ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പൊ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതായത് TCS എന്ന വൻമരം വീട്ടിന് അടുത്തതായിരുന്നു രീതി, അതായത് വെണ്ടർ ചേഞ്ചുമായി റിലേറ്റ് ചെയ്തൊരു വീഡിയോ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വെണ്ടർ ചേഞ്ച് അവിടെ യാഥാർത്ഥ്യമായിട്ടുണ്ട്. TCSനെ മാറ്റിയിട്ടുണ്ട്. SSC, അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാം എന്നൊക്കെ TCSനെ അവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. പകരം എഡ്യൂക്കേറ്റ് എന്ന് പറയുന്ന ഒരു കരിയർ ടെക്നോളജിസ്റ്റ് ആണ് അതിന് പകരം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ ഇവർക്ക് 25 years ഓഫ് ഇൻസ്പയറിംഗ് എക്സലൻസ് ഒക്കെ ഉണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ, അവിടെ ആ ഒരു ഇത്രയും വർഷം 2016 തൊട്ട് 15 കാലഘട്ടം തൊട്ട് എന്താ TCS ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം ഈ പുതിയൊരു വെണ്ടർ ആകുമ്പോൾ അവിടെ എക്സാം കണ്ടക്ട് ഏജൻസി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ കൊടുക്കുന്ന ആ ഒരു എക്സാമിന്റെ ആ ഒരു ഇന്റർഫേസ് ഉണ്ട്, അതിലെന്താ സ്വാഭാവികമായിട്ടും ചേഞ്ചസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ SSC ഇന്ത്യ ഒഫീഷ്യലായിട്ട് ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്താ ടെസ്റ്റിന് വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്യുക, പുതിയൊരു ഇന്റർഫേസുമായിട്ട് നിങ്ങൾ എന്ത് ഫെമിലിയർ ആവണം എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ ആദ്യമായിട്ടാണ് ഓൺലൈൻ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുഴപ്പമുണ്ടാവില്ല. അല്ലാതെ ഇപ്പൊ 20 തൊട്ട് 21 തൊട്ട് നിങ്ങൾ ഓൺലൈൻ എക്സാം എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവിടെ നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് അവിടെ ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, ഈ പുതിയൊരു ഇന്റർഫേസിലേക്ക് മാറുന്നത് കൊണ്ട് തന്നെ ആ ഒരു മോക്ക് എക്സാംസ് എന്ത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള രീതിയിലാണ് SSC ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ അതേപോലെ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ പാറ്റേണിലൊന്നും വ്യത്യാസമൊന്നുമില്ല, പക്ഷെ ആ ഒരു ഇന്റർഫേസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസൈനിൽ എന്താ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലുള്ള ഇന്റർഫേസ് ആയിരിക്കും ഉണ്ടാവും. അത് ജസ്റ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുണ്ടാവുള്ളൂ. അല്ലാതെ എന്താ പറയണ്ടേ, അങ്ങനെ അധികം വാരി വലിച്ചുള്ള ഒരു വീഡിയോ ആയിട്ട് ഇതിന് കാണണ്ട. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അവിടെ ജസ്റ്റ് കയറി കഴിഞ്ഞാൽ തന്നെ അവിടെ സിസ്റ്റം നമ്പർ എന്നുള്ള രീതിയിൽ ഒരു ഇന്റർഫേസ് വരുന്നുണ്ടാവും. അപ്പൊ അതില് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെന്താ, സ്വാഭാവികമായിട്ടും നിങ്ങളെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുത്ത ഫോട്ടോയും അതേപോലെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇപ്പൊ ലൈവ് ഫോട്ടോസ് ആണ് ഇപ്പൊ SSC ഒക്കെ പ്രിഫർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ എന്താ, നിങ്ങൾ അവിടെ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ അവരവിടുന്ന് ഒരു വീഡിയോ ക്യാപ്ചർ ചെയ്യും. അത് രണ്ടും എന്താ ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അതിലേക്ക് മുന്നേ ജസ്റ്റ് ഇവിടെ എന്താ ക്ലിക്ക് ഹിയർ ടു ലോഗിൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് നിങ്ങൾ എന്താ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് ഒന്ന് പാസ്വേഡ് ഒന്ന് അടിച്ചു കൊടുക്കുക. പാസ്വേഡ് ഇവിടെ തന്നിട്ടുണ്ട് ABC1 എന്നുള്ള രീതിയിലാണ് പാസ്വേഡ് കൊടുത്തിട്ട് നിങ്ങൾ അവിടെ ലോഗിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ പാസ്വേഡ് ചിലപ്പോൾ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ നിങ്ങളോട് അവർ പറയുന്നുണ്ടാവും, അതായത് ഡേറ്റ് ഓഫ് ബർത്തിന്റെ ആ ഒരു ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക എന്ന രീതിയിലൊക്കെ അവർ പറയും. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള ഇന്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതിൽ അപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്ത ഫോട്ടോയും എക്സാം സെന്ററിൽ എടുത്ത വെബ്കാം ഫോട്ടോയും കാണിക്കുന്നുണ്ട്. പിന്നെ TCS നേഴ്സിൽ ഈ ഒരു രീതിയിൽ ഇന്റർഫേസ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അതേപോലെ പേര്, റോൾ നമ്പർ, അതേപോലെ ടെസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ അവരോട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് അവിടെ കണ്ടിന്യൂ കൊടുക്കാം. അപ്പൊ ഇതില് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാൻഡ് റൈറ്റിംഗ് പ്രോസസ്സിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ SSC എക്സാം ഒക്കെ ആകുമ്പോൾ നമ്മളിപ്പോ ഒരു ഹാൾ ടിക്കറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ അവിടെ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ താഴെ നിങ്ങൾക്ക് അവിടെ ഹാൻഡ് റിട്ടൺ, അതായത് എഴുതാനുള്ള ഒരു ഫോർമാറ്റ്, എഴുതാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും. അവിടെ ഇതില് നമ്മൾ എന്താ റണ്ണിങ് ഇതില് തന്നെ എഴുതാം. റണ്ണിങ് ലെറ്റർ ആയിട്ട് തന്നെ എഴുതാം, ഫുൾ സ്മോൾ ലെറ്റർ ആയിട്ട് എഴുതാന്ന രീതിയിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്താ നിങ്ങളെ പിന്നെ അവിടെ ആ ഒരു സ്പേസിൽ എഴുതേണ്ട സംഭവമാണ്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, അപ്പൊ അതിലെന്താ നിങ്ങൾക്ക് അവിടെ പ്രിഫർ ലാംഗ്വേജ് കൊടുക്കാം. അവിടെ ഇംഗ്ലീഷ് തന്നെ പ്രിഫേർഡ് ലാംഗ്വേജ് ആയിട്ട് നമുക്ക് അവിടെ കൊടുക്കാം. ഇംഗ്ലീഷ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഹിന്ദി കൊടുക്കാൻ ഓപ്ഷൻ, ജസ്റ്റ് നമുക്ക് അവിടെ ബെറ്റർ ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമുക്ക് അവിടെ ഇംഗ്ലീഷ് എന്ന രീതിയിൽ നമുക്ക് അവിടെ കൊടുക്കും. അപ്പൊ അവിടെ അതിൽ നിങ്ങളുടെ ഒരു ഏതൊരു എക്സാം ആണെന്നുണ്ടെങ്കിലും ആ ഒരു എക്സാമിന്റെ മുന്നത്തെ സെയിം ഫോർമാറ്റിൽ തന്നെ എന്താ ഉള്ള കാര്യങ്ങൾ തന്നെ ഇവിടെ പറയുന്നുണ്ടാവും. ഇത്ര പാർട്ട് ബി അത്ര ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളെ മുന്നത്തെ സെയിം എക്സാം പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ്, അതിലൊന്നും ചേഞ്ചസ് ഇല്ല. ആകെ ഒരു ഇന്റർഫേസ് മാത്രമാണ് അവർ ചേഞ്ച് ആക്കിയത്. നമുക്ക് അവിടെ സ്റ്റാർട്ട് ടെസ്റ്റ് നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലുള്ള ഒരു ഇന്റർഫേസ് വന്നു. ഇതിന് മുന്നേ നമുക്ക് ഒരു ഇന്റർഫേസും കൂടെ അവിടെ വരേണ്ടതാണ്, അവിടെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ. ഓക്കെ, അത് എനിക്ക് വന്നില്ല എന്ന് തോന്നുന്നു. അത് ഓക്കെ, അപ്പൊ ഇതിലുള്ള ജസ്റ്റ് എന്താ ഒരു ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും നിങ്ങൾ നോക്കുക കേട്ടോ. എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ് നില, ഇത് നമ്മള് പിന്നെ ലോഗിൻ ചെയ്ത ആ ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ വരേണ്ടതാണ്. അപ്പോൾ ഇത് വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കാം, അത് വരുന്നുണ്ടാവും. പിന്നെ അതിലുള്ള ചേഞ്ചസ് അതിന്റെ സിമ്പിൾസ് ആണ്. ഓക്കെ, സിമ്പിൾസിന് നല്ല രീതിയിലുള്ളൊരു ചേഞ്ച് അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. കണ്ടില്ലേ, ഇതാണ് സിമ്പിൾസ്. അപ്പൊ സിമ്പിൾസ് അവിടെ നോക്കുമ്പോ കണ്ടില്ലേ, ക്വസ്റ്റ്യൻസ് ബ്ലൂ കളർ ഇൻഡിക്കേറ്റ്സ് യു ഹാവ് നോട്ട് അറ്റംപ്റ്റഡ് ദ ക്വസ്റ്റ്യൻ. അതേപോലെ ഗ്രീൻ കളർ ആണെന്നുണ്ടെങ്കിൽ യു ഹാവ് ആൻസർഡ് ദ ക്വസ്റ്റ്യൻ. റെഡ് ആണെന്നുണ്ടെങ്കിൽ യു ഹാവ് നോട്ട് ആൻസർഡ് ദ ക്വസ്റ്റ്യൻ ബട്ട് മാർക്കഡ് ഫോർ റിവ്യൂ ലേറ്റർ. അതേപോലെ യെല്ലോ കണ്ടില്ലേ, യെല്ലോ എന്ന് കഴിഞ്ഞാൽ യു ഹാവ് ആൻസർഡ് ദ ക്വസ്റ്റ്യൻ ബട്ട് മാർക്ക് ഫോർ റിവ്യൂ ലേറ്റർ.
അത് മുന്നേ ഇത് ഈ ഒരു രീതിയിലൊന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സിന്റെ കേസിൽ. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിൽ എന്താ കളർ ഇൻഡിക്കേഷൻസ് മാറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുമായിട്ടൊന്ന് ഫെമിലർ ആവേണ്ടി വരും. ഓക്കെ, അതായത് ബ്ലൂ കളറിലാണെങ്കിൽ നിങ്ങളത് ആൻസർ കൊടുത്തിട്ട് ആൻസർ ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ വായിച്ചു എന്നേ ഉള്ളൂ. ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾ അത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. 14 റെഡ് കളർ ആണെന്നുണ്ടെങ്കിലോ നമ്മളത് ആൻസർ ചെയ്തിട്ടില്ല, പക്ഷെ ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ചിലപ്പോൾ എനിക്ക് അതിന് ആൻസർ കിട്ടും, വർക്കൗട്ട് ചെയ്ത് ആൻസർ കിട്ടും. അതുകൊണ്ട് എന്താ അത് അങ്ങനെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താ അവിടെ റെഡ് കളർ വെച്ചിട്ടുണ്ട്. പിന്നെന്താ യെല്ലോ കളറിൽ എന്താ യു ഹാവ് ആൻസേർഡ് ദ ക്വസ്റ്റ്യൻ ബട്ട് മാർക്കഡ് ഇറ്റ് ഫോർ റിവ്യൂ ലേറ്റർ. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, ആൻസർ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്കൊന്ന് ഫൈനലിൽ കൊടുക്കുന്നതിന് മുന്നേ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് നോക്കണം. അതായത് അതിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അങ്ങനെ അതാണ് ഈ ഒരു ഇൻഡിക്കേഷൻ. ഇതെന്താ ടീച്ചേഴ്സിന്റെ എക്സാം ഇന്റർഫേസുമായിട്ട് ചേഞ്ചസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് വന്ന ഒരു ചേഞ്ച്. പിന്നെ സേവ് ആൻഡ് നെക്സ്റ്റ്, അതേപോലെ മാർക്ക് ഫോർ റിവ്യൂ, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെറിയ ചേഞ്ചസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ താഴെയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ മാർക്ക് ഫോർ റിവ്യൂ, സേവ് ആൻഡ് നെക്സ്റ്റും ഒക്കെ താഴെയായിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ ഈ പാലറ്റ് ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ പാലറ്റ് റൈറ്റ് സൈഡിലാണ് ഉണ്ടായിരുന്നത്, അതെന്ത് ലെഫ്റ്റ് സൈഡിലേക്ക് മാറി. പിന്നെ എനിക്കൊന്ന് പാർട്ട് എയിൽ ഇവിടെ ഒക്കെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാലായിരിക്കും അവരെത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു എന്ന രീതിയിൽ കാണിക്കുന്നു. പിന്നെ ഇപ്പോഴെന്താ താഴെയാണ് കാണിക്കുന്നത്. ആക്ച്വലി നമ്മുടെ ഈ ഒരു സൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാങ് ആണ്. ഐ മീൻ സെർവർ ഭയങ്കര ഇഷ്യൂലാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു പാലറ്റിൽ കാണുന്നില്ല. അപ്പോൾ സിമ്പിൾസ് കാര്യങ്ങൾ ഇതാണ്. അപ്പൊ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അത് എനിക്കൊന്ന് ഇതിൽ പച്ച മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞാൽ ഗ്രീൻ കളറിൽ തന്നെ മുന്നേ ടീച്ചേഴ്സിന്റെ പാറ്റേണും സെയിം തന്നെയായിരുന്നു. പിന്നെ നമ്മൾ അൺഅറ്റംപ്റ്റ് ചെയ്യാത്തതൊക്കെ, നോട്ട് അറ്റംപ്റ്റ് ചെയ്യാത്തതൊക്കെ നമുക്ക് മുന്നേ റെഡ് ഉണ്ടായിരുന്നു, ഇപ്പോഴത് ബ്ലൂയിലായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ എന്തൊക്കെ കുറച്ച് ചേഞ്ചസ് ആണ് വന്നത്. ഇനിവേ നിങ്ങൾ എന്ത് ഈ ഒരു പാറ്റേൺ ആയിരിക്കും ഇനിയോട്ടുള്ള SSC എക്സാംസിനൊക്കെ ഉണ്ടാവാന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ജസ്റ്റ് ഒന്ന് ഇതിന്റെ മോക്ക് എക്സാംസിന്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം. അപ്പോൾ ഇതെന്ത് ഞാൻ പറഞ്ഞില്ല, പ്ലീസ് നോട്ട് ദാറ്റ് ദിസ് ഈസ് ഓൺലി എ മോക്ക് ടെസ്റ്റ് ഡിസൈൻഡ് ഫോർ പ്രാക്ടീസ് പർപ്പസ്. സം ഓഫ് ദ ക്വസ്റ്റൻസ് മേ ബി റിപ്പീറ്റഡ് ഓഫ് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് പ്രാക്ടീസിന് വേണ്ടി മാത്രമാണ്, നമ്മൾ ഈ ഒരു ഇന്റർഫേസ് ആയിട്ടൊന്ന് ഫെമിലർ ആവാൻ വേണ്ടി മാത്രമാണ് ഇത് കൊടുത്തേക്കുന്നത്. ഓക്കെ, എനിവേ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.